കുറച്ച് ദിവസമായി കണ്ടിട്ട്. ഞാൻ എവിടെയും പോയിട്ടൊന്നുമില്ല, ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അപ്പോ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ നല്ല ഞാൻ വിചാരിക്കുന്നത് ഒരു 7 days ചാലഞ്ച് പോലെ സ്കിൻ കെയർ ചെയ്താലോ എന്നാണ്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഇപ്പോ ചിങ്ങമാസം ആയതുകൊണ്ട് തന്നെ ഒരുപാട് മാരേജസ് ഒക്കെ നടക്കുന്ന ടൈമാണ്. അപ്പൊ എല്ലാവർക്കും ഈ പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യൽ ചെയ്യാനും ക്ലീനപ്പ് ചെയ്യാനും പിന്നെ വേറെന്തൊക്കെയുള്ള അതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പൈസ ഉണ്ടായിന്ന് വരില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അവർക്കുള്ള ആ ഒരു 7 days ഒരു സ്കിൻ കെയർ ചാലഞ്ച് പോലെ ചെയ്യാന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ 7 ദിവസം നമ്മുടെ സ്കിൻ അത്രയും ബ്രൈറ്റ് ആക്കുന്ന 7 പാക്കുകളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നപ്പോൾ തന്നെ നിങ്ങൾ അതേപോലെ ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ ആ 7ാമത്തെ ദിവസം തന്നെ, ഓരോ ദിവസം കഴിയുന്നതോറും നിങ്ങൾക്ക് അതിന്റെ ചേഞ്ച് മനസ്സിലാവും. അപ്പൊ 7ാമത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് അതിന്റെ ചേഞ്ച് മനസ്സിലാവും. ഞാൻ വിചാരിച്ച് ഇപ്പൊ എനിക്ക് കറക്റ്റ് അതിന് പറ്റിയ ടൈമാണ്. എന്റെ സ്കിന്നും എനിക്കൊന്ന് സെറ്റ് ആക്കി എടുക്കണം. കാരണം ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നു കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ. അപ്പൊ എന്താ ഇഷ്യൂസ് എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം വഴിയെ. അപ്പോ ഫുള്ള് ബ്രേക്ക്ഔട്ട്സ് ഒക്കെ ആയിട്ട് എന്റെ സ്കിൻ ആകെ തഗ്ഗിട്ട് പൊടിയായിട്ടിരിക്കുകയാണ്. അപ്പോ ഈ ഒരു ഇതിലൂടെ എന്റെ സ്കിന്നും സെറ്റ് ആക്കി എടുക്കണം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരുടെ സ്കിൻ നമുക്ക് സെറ്റ് ആക്കി എടുക്കാം. ഒരു 1, 2, 3 ഷെയ്ഡൊക്കെ ഒന്ന് മാറി കുറച്ച് സ്കിൻ നല്ല ബ്രൈറ്റ് ആവാനും സ്കിന്ന് വൈറ്റനിങ് ആണെങ്കിലും ഈ ഒരു 7 ദിവസത്തെ എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പൊ ഇന്ന് ചെയ്ത് അടുത്ത ആഴ്ച ചെയ്യുക അങ്ങനെയല്ല, കറക്റ്റ് ഈ 7 days ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന 7 പാക്കുകളാണ് കേട്ടത്. അപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് എന്ന് പറയണത്. അപ്പൊ ഞാനല്ല അപ്പൊ കുറച്ച് പാല് വേണം. ഇത് ശരിക്കുള്ള പശുമ്പാലാണെങ്കിൽ നല്ലത്, പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ പാക്കറ്റ് പാൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പാക്കറ്റ് പാൽ എടുത്തത്. അപ്പോ കറക്റ്റ് നമ്മുടെ പശു എന്നുള്ള പാല് കറക്റ്റ് കിട്ടാന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ലതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഉരുളങ്ങനെ ഞാനിങ്ങനെ അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് പീസായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഈ ചുവന്നപ്പരിപ്പാണ്. ഇത് എല്ലാ കടയിലും ഇപ്പൊ കിട്ടും. 10 രൂപയ്ക്കൊക്കെ 100 ഗ്രാം ഞാൻ മേടിച്ചു തോന്നുന്നത്. അത്രയോളം ഈ ഒരു പരിപ്പോണ്ട് അത്രയും നല്ല റിസൾട്ട് നമ്മുടെ സ്കിന്നിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മുടെ സ്കിന്നിന് മാത്രമല്ല ഹെയറിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോ ഈ ഒരു ഇതാണ്. ഇത് കുറച്ച് അതൊരു 10 രൂപ ഞാൻ മേടിച്ചാണ്. അപ്പൊ ഇത് കുറച്ച്, പിന്നെ പാല്, പിന്നെ പൊട്ടാറ്റോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പാക്കിന് ആവശ്യമുള്ളത്. ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഡബിൾ ക്ലെൻസ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മുടെ ഫേസ് വാഷ് വെച്ച് ഞാൻ ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ പാലില്ലേ, ഈ പാല് വെച്ച് ഞാൻ നമ്മുടെ സ്കിന്നെ ഒന്ന് ക്ലെൻസ് ചെയ്യാൻ പോവാണ്. നോക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മറ്റേ പശുമ്പാല്, ശരിക്കുള്ള പശുമ്പാലാണെങ്കിൽ അത്രയും നല്ലത്. ഇനി പാല് അലർജി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പാലോട് ക്ലെൻസ് ചെയ്യണ്ടാട്ടോ. പാല് അലർജി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുക്കമ്പർ ജ്യൂസ് വെച്ചിട്ടോ ചെറുപയർ പൊടി വെച്ചിട്ടോ ക്ലെൻസ് ചെയ്യാം. നമ്മുടെ ഉരുളക്കിഴങ്ങും മറ്റേ ആ പരിപ്പും ഇട്ട് ഞാൻ അരച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോ ഫേസ് വാഷ് ചെയ്തിട്ടില്ല. നേരത്തെ ആ പാല് ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3 to 5 വെക്കണമെന്ന്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഇതിൽ പാലുണ്ടല്ലോ, ഈ പാലിലേക്ക് നമ്മുടെ ഈ പാക്ക് നമ്മള് ചേർക്കണം. ഞാനിങ്ങനെ ഇട്ട് കൊടുക്കണം. ഞാനിതെല്ലാം കൂടെ മിക്സ് ആക്കാണ്. ഇത് കുറച്ച് കൂടുതലായി പോയി. എനിക്കൊരാൾക്ക് മിക്സ് ആക്കാണ്. അപ്പൊ ഞാൻ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ കഴുത്തിന്റെ ഈ ബാക്കിലും അപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കറുപ്പ് കളർ കാണാറുണ്ട്. അത് വേറെ ഒരുപാട് ഹൈഡ്രേറ്റർ അല്ലാത്തതുകൊണ്ടും പിന്നെ വേറെ ഈ മാല അലർജിയുള്ള ആൾക്കാർക്കില്ലേ, ചിലപ്പോ ഫാൻസി മാലകളൊക്കെ, അതേ ഗോൾഡ് അലർജിയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇത് നമുക്ക് വേണമെങ്കിൽ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റൂട്ടോ. മുഖത്ത് മാത്രമല്ല, കാരണം നമ്മുടെ മുഖം മാത്രം വെളുത്താ പോരാലോ. മുഖം മാത്രം ബ്രൈറ്റനിങ് ആയപ്പോ നമ്മുടെ കൈയൊക്കെ ടാൻ അടിച്ചിരിക്കും. അപ്പൊ കൈത്തി ടാൻ ഒക്കെ പോകാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ കയ്യിലും കാലൊക്കെ ആക്കാം.
പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ മോർണിംഗ് ആണ് ഈ പാക്ക് ഇട്ടുന്നത്. ഇന്ന് നൈറ്റും ഞാൻ ഈ പാക്കിന് ഇടാം. ഇപ്പൊ ഇത്രയും ഇതുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞിരുന്ന ഈ 7 days ചാലഞ്ചിട്ട് ഇത് രാവിലെയും നൈറ്റും നിങ്ങൾ ആ പാക്ക് ഇടണം. പിന്നെ പാല് വെച്ച് ക്ലൻസ് ചെയ്യണതുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ 7 days അടുപ്പിച്ച് നിങ്ങൾ പാൽ അലർജി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പാല് വെച്ച് മുഖം ക്ലൻസ് ചെയ്യുക. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെറുപയർ പൊടി വെച്ച് എല്ലാ ദിവസവും രാവിലെ ചെറുപയർ പൊടി വെച്ച് മുഖം വാഷ് ചെയ്യുക. അതും അലർജി ഉള്ള ആൾക്കാരാണെങ്കിൽ കുക്കമ്പർ ജ്യൂസ് വെച്ച് മുഖം വാഷ് ചെയ്യാം. അപ്പൊ പാലായിരിക്കും ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യണത്. പാൽ അലർജി ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പാൽ എന്തായാലും വെച്ച് 7 ദിവസം മുഖം ഒന്ന് വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ഏതൊരു പാക്ക് ഇടുന്നൊക്കെ മുൻപും. അപ്പൊ നമ്മൾ അത് വെച്ചാണ് ക്ലൻസ് ചെയ്യണത്. അപ്പൊ ക്ലൻസിങ് നമ്മുടെ ഈ പാല് വെച്ചിട്ടാണ്, അതിനുശേഷമാണ് ഈ പാക്ക് ഇടുന്നത്. അപ്പൊ ഈ പാക്ക് നൈറ്റും ഇതുപോലെ തന്നെ നമുക്ക് എടുക്കണേക്ക് മുൻപ് നൈറ്റ് ഇതിട്ടിട്ട് വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ എടുക്കാൻ ശ്രദ്ധിക്കുക. രാവിലെ അടുത്ത പാക്ക് രാവിലെ ഇടുക. അപ്പൊ ഇതൊരു 20 മിനിറ്റ് വെക്കണം കേട്ടോ. കറക്റ്റ് ഒരു ഇത് ഉണങ്ങണ വരെ സ്കിന്ന് കുറച്ച് ഡ്രൈ എന്ന് വെച്ചാൽ മുഴുവൻ ഡ്രൈ ആവരുത്. നമ്മൾ ഏതൊരു സ്കിന്നും ഏതൊരു പാക്കും ഒരു ഹാഫ് ഡ്രൈ ആവണ വരെ മാത്രമാണ് നമ്മുടെ ഫേസിൽ വെക്കാൻ പാടുള്ളൂ. അപ്പൊ ഇതൊരു ഹാഫ് ഡ്രൈ ആവണ വരെ ഇത് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് വാഷ് ഓഫ് ചെയ്തിട്ട് നോക്കട്ടെ. ലൈറ്റിനിന്റെ ഇത് കാരണം ബാക്കിന് വാഷ് ഓഫ് ചെയ്താൽ ആരും മറക്കരുത് ബാക്കറ്റ് വാഷ് ഓഫ് ചെയ്യാനായിട്ട്. ജസ്റ്റ് കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്ക് കൊല്ലുന്നു. റൂമിൽ വരുമ്പോ ഫുള്ള് പാക്കിങ് വെള്ളത്തിൽ നിന്നൊക്കെ ഇപ്പുറത്ത് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ലൈറ്റിന്റെ എഫക്ട് കാരണം കാണാൻ പറ്റണമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ കുറച്ചൊന്ന് സ്കിന്നൊന്ന് ബ്രൈറ്റ് ആയി ഗ്ലോ ആയിട്ട് നിൽക്കണ പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പൊ രാവിലെ മാത്രല്ല വൈകുന്നേരം ഇതൊന്ന് അപ്ലൈ ചെയ്യണം. എല്ലാവരുടെ ഒപ്പം ഈ 7 days ഞാൻ പറയണ പോലെ ഈ പാക്ക് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റ് ആവും, സ്കിൻ വൈറ്റനിങ് ആവുകയും സ്കിൻ ഗ്ലോ ആവുകയും ചെയ്യും. അപ്പൊ എല്ലാവരും ഒന്ന് 7 days ഞാൻ പറയണ പോലെ ഒന്ന് ആ റൂട്ടീൻ ഒന്ന് ഫോളോ ചെയ്ത് നോക്കിയോട്ടാ. അപ്പൊ ഇത്രയുള്ള വീഡിയോ. ഓക്കെ ബൈ. നൈറ്റ് ഇടാൻ മറക്കരുത്. അപ്പൊ ഓക്കെ ബൈ. നാളെ നമ്മുടെ ഈ 7 days സ്കിൻ കെയർ ചലഞ്ചിലെ അടുത്ത പാക്കുമായിട്ട് ഞാൻ വരും. ബൈ.